എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രോഹിത്. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടപോലെ തന്നെ ഹോട്ടൽ മേഖലകളിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു മേഖലയിൽ ഒന്നാണ് ഈ ഹോട്ടൽ മേഖലയാണ്, പ്രത്യേകിച്ച് 5 സ്റ്റാർ ഹോട്ടലുകളിൽ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഞാനൊരു മാസം 5 സ്റ്റാർ ഹോട്ടൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല കാര്യങ്ങളും, അതിൻ്റെയൊക്കെ ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്താണ് പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഹോട്ടൽ മേഖലയിൽ കാരിയർ തുടങ്ങുന്ന ഒരു വ്യക്തി ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ ട്രെയിനി ആയിട്ടായിരിക്കും ആദ്യം ജോയിൻ ചെയ്യുന്നത്. ട്രെയിനി എന്ന് പറയുമ്പോൾ അവർക്ക് ട്രെയിനിങ് കാണും. ചിലപ്പോൾ ഒരു 4 മാസം അല്ലെങ്കിൽ 6 മാസം ഒരു ടൈം പീരീഡ് അവർക്ക് ട്രെയിനിങ് കാണും. ഈ ട്രെയിനിങ് സമയത്ത് പ്രധാനമായിട്ട് അവർക്ക് 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് അവരെ കൊണ്ട് 12-18 മണിക്കൂർ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ പണി ചെയ്യിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ മാനേജർമാർ ഈ ട്രെയിനുകളിലുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ മാനേജർമാരെന്തോ വലിയ രാജാവും, ഇവർക്ക് വേണ്ടി ജോലി ചെയ്ത അടിമകളെന്ന രീതിയിലാണ് ഈ ട്രെയിനികളോട് പെരുമാറുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെയേറെ സമയം, എന്നാൽ 12-18 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചിട്ടും അവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു ശമ്പളമാണ്. അതൊരു മാസം അവസാനം 1500 രൂപ, 2000 രൂപ, ചിലപ്പോൾ 6000 വരെ കിട്ടും. അതാണ് മാക്സിമം എൻ്റെ അറിവിൽ. അത്രയും മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചിട്ട് ഇത്രയും തുച്ഛമായ ശമ്പളമാണ് കൊടുക്കുന്നത്. ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ട്രെയിനായിട്ട് ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ സമയത്തിന് ഫുഡ് കഴിക്കാനോ ആവശ്യത്തിന് പോലും ഉറങ്ങാനുള്ള സമയം പോലും പൊതുവെ കിട്ടാറില്ല. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ അവിടെ ആവശ്യത്തിന് സമയം ബ്രേക്ക് തരുമായിരുന്നു. മാത്രമല്ല എനിക്ക് 12 മണിക്കൂറാണ് ജോലി ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല. 12 മണിക്കൂർ തൊട്ട് 16-18 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്നവരുണ്ട്. ഫുഡ് കഴിക്കാൻ പോലും സമയം കൊടുക്കാത്ത ഹോട്ടലുകളുണ്ട്. 18-ാമത്തെ 20-ാമത്തെ വയസ്സിൽ ഈ ഒരു മേഖലയിൽ ജോലി തുടങ്ങുന്ന ഒരു വ്യക്തി അവരുടെ ചെറുപ്രായം തന്നെ നരകതുല്യമായി മാറുകയാണ്. ഇവിടെ ഈ ഒരു ഫീൽഡിൽ ജോലി എന്നുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ വലിയ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ടിപ്സ് കിട്ടാറുണ്ട്. അത് ഒരു ബെനിഫിറ്റാണ് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ആ ഒരു പൈസ നമുക്ക് സേവിങ്സ് ആയിട്ട് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാശ് ടിപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പല കാര്യങ്ങളും ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും പല ആളുകളും ചർച്ച ചെയ്യും, പക്ഷേ നടപടി എടുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുറച്ച് വർഷം മുമ്പ് കൊച്ചിയിൽ എവിടെയായിരുന്നു എപ്പോഴും ട്രാഫിക് ഉള്ള ഒരു ഹൈവേയിൽ റോഡിന് നടുക്കൊരു കുഴി. ആ കുഴി എത്രയോ ആഴ്ചകളോളം ഉണ്ടായിരുന്നാണ് അറിഞ്ഞത്. അവസാനം ഒരു 2 വീലർ ആ കുഴിയിൽ വീണ് ബാലൻസ് തെറ്റി ഒരാൾ മരിച്ചപ്പോഴാണ് ആ കുഴി അടയ്ക്കാനുള്ള നടപടി എടുത്തത്. ഈ ഹോട്ടൽ മേഖലയുടെ കാര്യം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇതിനെ കൊണ്ട് 16-18-20 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിനൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. ഇനി എന്ത് ആളുകൾക്ക് എന്ത് സംഭവിക്കുമ്പോഴാണ് ഇതിനിടയിൽ നടപടി വരിക എന്ന കാര്യം എനിക്കറിയില്ല. ഇത് ഏറ്റവും കഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കും എന്നുള്ളതാണ്. ഇതൊന്നും ഒരിക്കലും യൂറോപ്യൻ കൺട്രികളിലോ US പോലുള്ള രാജ്യങ്ങളിൽ നടക്കില്ല. കാരണം എന്ന് പറയുന്നത് അവിടെ അവർലി പേ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മണിക്കൂർ വെച്ചും ജോലി ചെയ്യുന്ന ഓരോ മണിക്കൂറിനും അവർക്ക് ശമ്പളം കൊടുക്കണമെന്നുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലാകുമ്പോൾ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് മാസാവസാനം ഒരു നക്കാപ്പിച്ച് ശമ്പളം കൊടുത്താൽ മതി. അതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. ഇതൊക്കെ മാറണം. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഈ പോപ്പുലേഷൻ, നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ വർദ്ധിക്കുന്നതിനുള്ള ആഘാതങ്ങളെക്കുറിച്ചാണ്. അത് ഈ ഒരു സംഭവമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അവിടെ ഉള്ളൊരു സ്റ്റാഫ്, ഞാൻ ജോലി ചെയ്ത ഹോട്ടലിൽ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ട്, നീ ഒരാൾ പോയി കഴിഞ്ഞാൽ വേറെ 100 പേര് ഇവിടെ വരുമെന്നുള്ളതാണ്. അപ്പോൾ ആൾക്ക് വിലയില്ലാതെ പറഞ്ഞാൽ ഇതേ ഒരു സംഭവം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യം നമുക്ക് ഇവിടെയും കണക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് പൈസയ്ക്ക് 1500 രൂപയ്ക്ക് 2000 രൂപയ്ക്കാണെങ്കിലും മാസം ഓരോ ദിവസവും 16-17 മണിക്കൂർ ജോലിയാണ്. അത്രയും കുറേ ശമ്പളത്തിലാണെങ്കിലും ആളവർക്ക് കിട്ടും. അപ്പോൾ ആളുകൾക്ക് വിലയില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടന്റ് വഴി കണക്ട് ചെയ്യുന്നതാണ്. ഈ ഹോട്ടൽ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹോട്ടൽ മേഖലയിൽ മാത്രമല്ല ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചൂഷണങ്ങളുള്ള പരിഹാരം എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള പോലത്തെ ആ ഒരു വർക്കേഴ്സിനുള്ള റൈറ്റ്സ്, അത് അതിനെക്കുറിച്ച് ഓൾറെഡി എൻ്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഇനി വീഡിയോ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ കൺട്രിയിലുള്ള പോലത്തെ റൈറ്റ്സ് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ റൈറ്റ്സിന് ഈ വർക്കേഴ്സിന് ഈ റൈറ്റ്സ് കൊടുക്കാത്ത മുതലാളിമാർക്കെതിരെ കർശനമായ നിയമ നടപടി എടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജോലി സ്ഥലങ്ങളിലുള്ള ചൂഷണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റുന്നത്.